ജോർജ് കുട്ടിക്ക് ഇനി എന്തെങ്കിലും ഒരു മെന്റൽ ട്രോമ വല്ലതാണ്. അയാൾ ഈ വീണ്ടും വീണ്ടും ആ കുഴി എത്തിയെടുത്ത് വന്ന് നോക്കി നിൽക്കണൊക്കെ കാണിക്കുന്നുണ്ട്. ഡേയ് ഇലക്ഷൻ വെങ്കളത കളക്ഷൻ വെങ്കളത മുഴുവൻ തൂക്കി. അപ്പൊ കേരളം മുഴുവൻ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള തിരക്കിലായതുകൊണ്ട് ദൃശ്യം 3യുടെ ട്രെയിലർ ഇറങ്ങിയതൊന്നും ആളുകൾ അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ദൃശ്യം 3യുടെ ട്രെയിലറൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ? പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ അണ്ണൻ മാത്രമേ ഉള്ളൂ. അണ്ണൻ കൊണ്ടുപോയി മക്കളെ. അപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ നമ്മ അണ്ണന് അഭിവാദ്യങ്ങൾ. അപ്പൊ നമുക്ക് സമയങ്ങളെയല്ല, നമുക്ക് ദൃശ്യം 3യുടെ ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ആരും പൊട്ടിയിടാനുള്ള ഒരു പരിപാടിയില്ല. ഇയാളാളൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പിന്നെ ആ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു. പിന്നല്ലേ സർ, ഇപ്പോഴല്ലേ നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ഈ ദൃശ്യം എന്ന് പറയുന്ന സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തെറ്റും ശരിയും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഇത് എത്ര കാലം വേണേലും നീട്ടിക്കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു ദൃശ്യം 100 വരെ ഇറക്കാൻ പറ്റും. കാരണം നമുക്ക് 2 കോൺടെസ്റ്റ് ആണ്, 2 ഫാമിലിയുടെ ഒരു കോൺടെസ്റ്റ് ആണ്. ഏതാണ് ശരിയും തെറ്റെന്ന് ഓഡിയന് പോലും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചില ചോദ്യങ്ങളുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെ എഴുത്തുകാരന് രസകരമായിട്ട് ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ദൃശ്യം 3 ഒരു മിനിമൽ ലെവൽ ത്രില്ലർ ആണെങ്കിൽ പോലും ഓഡിയൻസിന് കണക്റ്റഡ് ആവും. പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞത്, ജോർജ് കുട്ടിക്ക് ഇനി എന്തെങ്കിലും ഒരു മെന്റൽ ട്രോമ വല്ലതാണ്. അയാൾ ഈ വീണ്ടും വീണ്ടും ആ കുഴി എത്തിയെടുത്ത് വന്ന് നോക്കി നിൽക്കണൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ജനൽ തുറക്കുന്നു, കുട്ടിയെ വീണ്ടും വാതിൽ തുറന്ന് നോക്കുന്നു. ഇനി അയാൾക്ക് വല്ല മെന്റൽ ട്രോമ വല്ല പരിപാടിയാണോ എന്നുള്ളത് ഒരു ഡൗട്ടുണ്ട്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഇനിയിപ്പോൾ ജോർജ് കുട്ടീനെ അന്വേഷിച്ച് വരുണിനെ കൊന്നതിൻ്റെ തെളിവ് അന്വേഷിച്ച് പോലീസ് പുറകെ പോണത് ഒരുമാതിരി മടുപ്പിക്കുന്ന പരിപാടിയായിരിക്കും. അതേ സമയത്ത് പുതിയൊരു എലമെന്റ് വന്നാൽ ഈ പരിപാടി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട് വന്നുകൊണ്ടായിരിക്കാം എനിക്ക് ട്രെയിലറും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. പിന്നെ ട്രെയിലറിലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ട്രെയിലറും അതുപോലുള്ള പ്രൊമോഷനും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, മാക്സിമം ഹൈപ്പ് കുറയ്ക്കാനാണ് അവർ നോക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ദൃശ്യം കൊണ്ടുവന്ന പോലെ തന്നെ ഒരു ഹൈപ്പും ഇല്ലാതെ വന്നിട്ട് അടിച്ചു കയറി പോകാനായിരിക്കാം. എന്തായാലും 21-ാം തീയതി രാവിലെ 8 മണിക്ക് നമുക്ക് ഇതിൻ്റെ സസ്പെൻസ് അറിയാം. മാക്സിമം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക.